ഹായ് എവ്രി വൺ, സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ ആൻഡ് ഇക്കണോമിക് പ്ലാനിംഗ്, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്ന യൂണിറ്റിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന ഭാഗം ദി പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5-year പ്ലാൻസ്. പ്ലാനിംഗ് കമ്മീഷൻ അഥവാ ആസൂത്രണ കമ്മീഷനും 5-year പ്ലാൻസ്, പഞ്ചവത്സര പദ്ധതികളും എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം പറഞ്ഞതോ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇക്വിറ്റി, അതായത് ഇക്കണോമിക് പ്ലാനിങ്ങിൻ്റെ 4 ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത്. അതിലൊന്നാണ് ഇവിടെ കാണുന്ന ഇക്വിറ്റി. അതേപോലെ മറ്റൊന്നാണ് സെൽഫ് റിലയൻസ്, മറ്റൊന്നാണ് മോഡേണൈസേഷൻ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഏറ്റവും ആദ്യം മോഡേണൈസേഷൻ്റെ മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? ഗ്രോത്ത് എന്ന് പറയുന്ന, ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് പഠിച്ചു. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, ഇക്വിറ്റി, ഇങ്ങനെയുള്ള 4 ബേസിക് ഒബ്ജക്റ്റീവ്സ് ആണ് ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിങ്ങിന് ഉള്ളത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം ഇവിടെ സ്ക്രീനിൽ കാണുന്നു. ദി പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് 5-year പ്ലാൻസ്. ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും, 5-year പ്ലാൻസ്. നമുക്ക് നോക്കാം. ദി സെൻട്രൽ ക്യാബിനറ്റ് ഗേവ് ഇറ്റ്സ് അസെന്റ് ഓൺ 15th March 1950 to form a planning commission to prepare projects for fulfilling the objectives of planning in India. വൺ വേർഡ് ഒക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ നിർബന്ധമായിട്ടും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ്, ഡേറ്റ് ആണ് അവിടെ കൊടുത്തത്, 1950 March 15th. ഓക്കെ, സോ ദി സെൻട്രൽ ക്യാബിനറ്റ് ഗേവ് ഇറ്റ്സ് അസെന്റ് ഓൺ 15th March 1950 ടു ഫോം എ പ്ലാനിംഗ് കമ്മീഷൻ. അതായത് നമ്മുടെ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ്, സെൻട്രൽ ക്യാബിനറ്റ് എന്ത് ചെയ്തു? 15th March 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എന്തിനാണ് പ്ലാനിംഗ് കമ്മീഷൻ? ടു പ്രിപ്പയർ പ്രോജക്ട്സ് ഫോർ ഫുൾഫില്ലിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടല്ലോ, ലക്ഷ്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ടായില്ല. ആ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പലതും ചെയ്യേണ്ടതുണ്ട്, പലതും പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി അതിന് വേണ്ട പ്രോജക്റ്റുകളൊക്കെ തയ്യാറാക്കുക, അത് ഇംപ്ലിമെന്റ് എക്സിക്യൂട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കാൻ ആര് തീരുമാനിച്ചത്? നമ്മുടെ സെൻട്രൽ ക്യാബിനറ്റ് തീരുമാനിച്ചത്. സോ 1950 March 15 പ്ലാനിംഗ് കമ്മീഷൻ ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിപ്പയർ പ്രോജക്ട്സ് ഫോർ ഫുൾഫില്ലിംഗ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ആ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അത് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. The planning commission is chaired by Prime Minister, who will be assisted by a full-time vice chairman and members appointed by the cabinet. ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? ആരാണോ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ആയിരിക്കും പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ. അപ്പോൾ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം, ജവഹർലാൽ നെഹ്റു ആണ്. അത് സ്വാഭാവികമായിട്ടും ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് നെഹ്റു ആയിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ഈ ചെയർമാൻ എന്തുണ്ടാവും? ഒരു ഫുൾ ടൈം വൈസ് ചെയർമാൻ ഉണ്ടാവും, അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വൈസ് ചെയർമാൻ ഉണ്ടാവും. കൂടാതെ മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ക്യാബിനറ്റ്, നേരത്തെ പറഞ്ഞ ക്യാബിനറ്റ് അപ്പോയിന്റ് ചെയ്യുന്ന, കേന്ദ്ര മന്ത്രിസഭ തീരുമാനിക്കുന്ന മറ്റ് അംഗങ്ങളും ഈ പ്ലാനിംഗ് കമ്മീഷന്റെ ഭാഗമായിരിക്കും. We adopted the national planning model of erstwhile Soviet Union as a model. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഇക്കണോമിക് പ്ലാനിംഗ് ഒക്കെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇക്കണോമിക് പ്ലാനിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് അല്ലെങ്കിൽ നാഷണൽ പ്ലാനിംഗ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടുന്ന് കടമെടുത്തതാ? വി അഡോപ്റ്റഡ് ദാറ്റ് ഐഡിയ ഫ്രം സോവിയറ്റ് യൂണിയൻ. ഓക്കെ, അതായത് സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയിട്ടുള്ള
പിന്നെ ദേശീയ ആസൂത്രണം അല്ലെങ്കിൽ അവരുടെ നാഷണൽ പ്ലാനിങ് ആ ഒരു മോഡലാണ് നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ എന്ത് ചെയ്തത്, അഡോപ്റ്റ് ചെയ്തത്. ശ്രദ്ധിക്കണം, വി അഡോപ്റ്റഡ് നാഷണൽ പ്ലാനിംഗ് മോഡൽ ഓഫ് എർസ്റ്റ്വൈൽ സോവിയറ്റ് യൂണിയൻ ആസ് എ മോഡൽ. ഓക്കെ, നമ്മൾ 1947 ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടി നമ്മൾ ഓരോരോ രംഗത്തും ഓരോരോ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോരോ സ്റ്റേജിലായിട്ട് ഓരോരോ സെക്ടറിലായിട്ട് നമ്മളിങ്ങനെ പുരോഗതിയിലേക്ക് പോവാം. അപ്പോൾ എല്ലാം ആദ്യം മുതലേ തുടങ്ങണം. അപ്പോൾ ഇന്ത്യ നമ്മൾ പറഞ്ഞു ആ പ്ലാനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് 1950 പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടാക്കി. അങ്ങനെ ഈ പ്ലാനിംഗ് കമ്മീഷന്റെ കീഴിൽ നമ്മൾ ഒരു പ്ലാനിംഗ് മോഡലായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തത് ആരുടെ മോഡലാണ്? സോവിയറ്റ് യൂണിയന്റെ. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ ഒക്കെ തകർന്നു. ഇന്ന് ആ സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് റഷ്യ. ഓക്കെ, അപ്പോൾ ആ റഷ്യയൊക്കെ ഉണ്ടായിരുന്ന പഴയകാല സോവിയറ്റ് യൂണിയന്റെ നാഷണൽ പ്ലാനിംഗ് മോഡലാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അവരുടെ ആ ഒരു നാഷണൽ പ്ലാനിംഗ് മോഡൽ. ഓക്കെ, അവരുടെ ദേശീയ ആസൂത്രണം എന്ന് പറയുന്ന അവരുടെ നാട്ടിൽ സോവിയറ്റ് യൂണിയനിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു സാമ്പത്തിക ആസൂത്രണമൊക്കെയാണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത്, നമ്മൾ കടമായിട്ട് സ്വീകരിച്ചത്. പക്ഷേ അത് അതേപോലെ കോപ്പി ചെയ്ത് ഇവിടെ നടപ്പിലാക്കുകയല്ല ചെയ്തത്. ദി പ്ലാനിംഗ് കമ്മീഷൻ മെയ്ഡ് സ്യൂട്ടബിൾ ചേഞ്ചസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? Planning Commission made suitable changes to the Soviet model according to democracy and mixed economy. ഓക്കെ, അപ്പൊ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു നാഷണൽ പ്ലാനിംഗ് മോഡലിനെ അതേപോലെ കോപ്പി ചെയ്ത് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യല്ല ചെയ്തത്. അതിനെന്ത് ചെയ്തിട്ടുണ്ട്? നമ്മളൊരു ഡെമോക്രസിയാണ്, ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അതേപോലെ നമ്മൾ എന്തല്ല സോവിയറ്റ് യൂണിയനെ പോലെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയോ അതല്ലെങ്കിൽ അമേരിക്കയെ പോലെ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയോ അല്ല. വി അഡോപ്റ്റഡ് ഓർ വി ആക്സെപ്റ്റഡ് മിക്സഡ് ഇക്കണോമി. ഇന്ത്യ ഒരു മിക്സഡ് ഇക്കണോമിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇക്കണോമിക് പോളിസിയാണ് നമ്മൾ സ്വീകരിച്ചത്. ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Though we can see the elements of both socialism and capitalism. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒക്കെ മിക്സഡ് രൂപമായിട്ടുള്ള മിക്സഡ് ഇക്കണോമിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ആ ഡെമോക്രസിക്കും മിക്സഡ് ഇക്കണോമിക്കും ഒക്കെ സ്യൂട്ടബിൾ ആയ രീതിയിൽ വേണ്ട ചേഞ്ചസ് എന്തിൽ വരുത്തി? നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ സോവിയറ്റ് യൂണിയന്റെ ആ ഒരു നാഷണൽ പ്ലാനിംഗ് മോഡലിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അല്ലാതെ അതേപോലെ എന്ത് ചെയ്യല്ല, കോപ്പി ചെയ്യല്ല ചെയ്തത്. ഓക്കെ, ദി പ്ലാനിംഗ് കമ്മീഷൻ വിഷ്വലൈസ്ഡ് പ്രോജക്ട്സ് വിത്ത് എ 5-year പ്ലാൻ പെർസ്പെക്റ്റീവ്. ഓക്കെ, അതായത് പഞ്ചവത്സര പദ്ധതികളായിട്ടാണ് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ എന്ത് ചെയ്തത്? നമ്മൾ പ്ലാനിംഗ് കമ്മീഷന് അതിന്റെ പ്രോജക്റ്റുകൾ, അതിന്റെ പദ്ധതികൾ വിഭാവനം ചെയ്തത്. അതായത് ഓരോരോ 5 വർഷത്തേക്കുള്ള പ്ലാനിംഗ് എന്ന രൂപത്തിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അതിന്റെ പദ്ധതികൾ തയ്യാറാക്കിയത്. ഓക്കെ, ഓരോരോ വർഷത്തേക്കല്ല, ഓരോരോ 5 വർഷത്തേക്ക് ഒരു 5-year പ്ലാൻ, 5 പഞ്ചവത്സര പദ്ധതികൾ എന്ന രൂപത്തിലാണ് തയ്യാറാക്കിയത്. ദി എയിം ഓഫ് ദി 5-year പ്ലാൻസ് വാസ് ടു ഐഡന്റിഫൈ, മാർക്ക് ചെയ്യാണ്. Okay, the aim of the 5-year plans was to identify and prioritize certain sectors to attain the given targets. Okay, അതായത് ഓരോരോ പ്രത്യേക മേഖലകൾക്ക് മുൻഗണന നൽകി 5 വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുക, ആ ലക്ഷ്യം നേടുക എന്നതാണ് ഈ ഒരു പഞ്ചവത്സര പദ്ധതികളുടെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഓരോ 5-year പ്ലാനും ഏതെങ്കിലുമൊക്കെ പ്രത്യേക മേഖലകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരു 5-year പ്ലാൻ അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക രംഗത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ അടുത്ത 5-year പ്ലാൻ ചിലപ്പോൾ എന്തായിരിക്കും? ഇൻഡസ്ട്രിയൽ സെക്ടറിനായിരിക്കും. അടുത്തത് ചിലപ്പം വിമൻ എംപവർമെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോ 5-year പ്ലാനും ഓരോ പ്രത്യേക ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല പറയുന്നത്. അങ്ങനെയുള്ള ചില മേഖലകൾക്ക്, ചില സെക്ടേഴ്സിന് മാത്രം അല്ലെങ്കിൽ ചില സെക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. എന്തിനാ? ആ സെക്ടറിൽ, ആ മേഖലയിൽ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് അല്ലെങ്കിൽ പ്രോഗ്രസിലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യം. ഓക്കെ, സോ ദി എയിം ഓഫ് 5-year പ്ലാൻസ് വാസ് ടു ഐഡന്റിഫൈ ആൻഡ് പ്രയോറിറ്റൈസ് സർട്ടൻ സെക്ടേഴ്സ് ടു അറ്റൈൻ ദി ഗിവൻ ടാർഗറ്റ്സ്. ഓക്കെ, ഒരു പ്രത്യേക മേഖലയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മുൻഗണന നൽകി ഈ ഒരു 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം നേടുക എന്നതാണ് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ഉദ്ദേശ്യം. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാൻ പറ്റും. ആ ചിത്രത്തിൽ ആരൊക്കെയാണ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അതിലെ ആ സെൻട്രൽ നിൽക്കുന്ന ഫിഗർ നമുക്കറിയാം. ഒരു ഡ്രസ് കോഡ് നമുക്ക് പരിചയമാണ്. മുഖം കണ്ടില്ലെങ്കിലും നമുക്കറിയാം അത് നെഹ്റു ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്കത് വായിക്കാം. ഡാംസ് ആർ ദി ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്.
ജവഹർലാൽ നെഹ്റു പറയാണ്, ഡാംസ് ആർ ദി ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. അതായത് ഡാമുകൾ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ ക്ഷേത്രങ്ങളാണ്. ഡാമുകൾ എന്ന് പറയുന്നത്, അണക്കെട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികസനത്തിന്റെ ക്ഷേത്രങ്ങളാണ്, അല്ലെങ്കിൽ വികസനത്തിന്റെ ആരാധനാലയങ്ങളാണ്. ഓക്കെ, എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. The picture you see was taken at the time of inauguration of Bakranangal Dam. Okay, Bakranangal ഡാമിന്റെ ഇനാഗുറേഷൻ ടൈമിൽ എടുത്ത ഒരു ഫോട്ടോയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഓക്കെ, ബക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലുള്ള ഡാമാണ്. അപ്പൊ അതിന്റെ ഉദ്ഘാടന സമയത്ത് എടുത്ത ഒരു ചിത്രമാണ് നമ്മളിവിടെ കണ്ടത്, നെഹ്റുവിന്റെ. India established massive hydel irrigation projects in connection with the development of infrastructure during the first 5-year plan. Okay, ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ്. ഓക്കെ, എന്താ ഈ മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത്? വൻകിട ജലസേചന പദ്ധതികൾ എന്ന് പറയാം. വൻകിട ജലസേചന പദ്ധതികൾ ഈ ഡാമുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ് ഇൻ കണക്ഷൻ വിത്ത് ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡ്യൂറിംഗ് ദി ഫസ്റ്റ് 5-year പ്ലാൻ. ഓക്കെ, അതായത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി, ആദ്യത്തെ ഫസ്റ്റ് 5-year പ്ലാൻ 1951 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 1951-56 പീരീഡിലാണ് ഈ ഫസ്റ്റ് 5-year പ്ലാൻ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് 5-year പ്ലാനിൽ, ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ, അല്ലെങ്കിൽ ആ ഒരു 5 വർഷക്കാലത്ത് നമ്മുടെ അടിസ്ഥാന മേഖലയുടെ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അടിസ്ഥാന മേഖലയുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് സ്ഥാപിച്ചിട്ടുണ്ട്? രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് വി എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ്. വൻകിട ജലസേചന പദ്ധതികൾ നമ്മൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, ഒന്നുകൂടി പറയാം. ഫസ്റ്റ് 5-year പ്ലാന്റെ ഭാഗമായിട്ട്, ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഫസ്റ്റ് 5-year പ്ലാന്റെ ഭാഗമായിട്ട്, ആദ്യത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എസ്റ്റാബ്ലിഷ്ഡ് മാസീവ് ഹൈഡൽ ഇറിഗേഷൻ പ്രോജക്ട്സ്. വൻകിട അണക്കെട്ടുകൾ അല്ലെങ്കിൽ വൻകിട ജലസേചന പദ്ധതികൾ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. The words of Nehru at the time of inauguration of Bakranangal Dam show the significance we attach to huge irrigation projects. അപ്പൊ നെഹ്റുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ വായിച്ചല്ലോ, ഡാംസ് ആർ ദി ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ഡാമുകൾ ഇന്ത്യയുടെ വികസനത്തിനുള്ള അല്ലെങ്കിൽ വികസനത്തിന്റെ ക്ഷേത്രങ്ങളാണ്, ആരാധനാലയങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതെന്തിനെയാ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള വൻകിട ജലസേചന പദ്ധതികൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വൻകിട ജലസേചന പദ്ധതികൾ ഇന്ത്യയുടെ വികസനത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള ഡാമുകൾക്ക് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു ക്ഷേത്രങ്ങൾ എന്നാണ് അദ്ദേഹം യൂസ് ചെയ്ത വാക്ക്. ഡാംസ് ആർ ദി ടെമ്പിൾസ് ഓഫ് ഇന്ത്യാസ് ഇക്കണോമിക് ഡെവലപ്മെന്റ്. ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്? ഇങ്ങനെയുള്ള ആരാധനാലയങ്ങൾ, പള്ളികളോ അമ്പലങ്ങളോ ഒക്കെ. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ ടെമ്പിൾ അല്ലെങ്കിൽ മോസ്ക്, മസ്ജിദ് അല്ലെങ്കിൽ ചർച്ച്, അതേപോലെ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണോ എന്ത്? ഡാമുകൾ എന്നാണ് ഇവിടെ നെഹ്റു ഉദ്ദേശിക്കുന്നത്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് 5-year പ്ലാൻ തന്നെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇങ്ങനെയുള്ള വലിയ ഡാമുകളൊക്കെ നിർമ്മിക്കുന്നതിനായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, ദി ഫസ്റ്റ് 5-year പ്ലാൻ, അതിന്റെ പീരീഡ് പറയുന്നു 1951-56, 1951 മുതൽ 56 വരെയുള്ള 5 വർഷം. അതാണ് ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡ്. ആ ഫസ്റ്റ് 5-year പ്ലാനിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? ഗേവ് ഇമ്പോർട്ടൻസ് ടു ദി അഗ്രികൾച്ചറൽ സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ 5-year പ്ലാനും ഏതെങ്കിലുമൊക്കെ ചില പ്രത്യേക മേഖലകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഡെവലപ്മെന്റിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് 5-year പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഒന്നാമത്തെ 5-year പ്ലാൻ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? അഗ്രികൾച്ചറൽ സെക്ടറിന്റെ ഡെവലപ്മെന്റിനാണ്, കാർഷിക രംഗത്തിന്റെ പുരോഗതിയാണ്. ഓക്കെ, സെക്കൻഡ് 5-year പ്ലാൻ, ദി സെക്കൻഡ് 5-year പ്ലാൻ പീരീഡ് ഏതാണ്? 1956-61 ആണ്. ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രി. ഓക്കെ, ഗേവ് പ്രൈമസി ടു ഇൻഡസ്ട്രി, അതായത് വ്യവസായിക മേഖല, വ്യവസായത്തിന്റെ വളർച്ചക്കാണ് സെക്കൻഡ് 5-year പ്ലാൻ ഇമ്പോർട്ടൻസ് കൊടുത്തത്.
ഇനി തേർഡ് വണോ, ദി മെയിൻ കൺസേൺ ഓഫ് തേർഡ് 5-year പ്ലാൻ 1961-66 പീരീഡിലാണ്. സോ തേർഡ് 5-year പ്ലാന്റെ ഇമ്പോർട്ടന്റ് ഏരിയ, ഫോക്കസ് ഏരിയ ഏതാണ്? ദി സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന് പറയാം. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അതായത് നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ, ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ലോ ആണ്, വളരെ സ്ലോ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രംഗത്ത് വി ഡിപെൻഡഡ് മെനി അതർ കൺട്രീസ് ഫോർ അവർ ഫുഡ് നീഡ്സ്. നമ്മുടെ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ മറ്റു പല രാജ്യങ്ങളെയും ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. സോ ആ ഡിപ്പെൻഡൻസ് കുറച്ചു കൊണ്ടുവന്ന് സെൽഫ് സഫിഷ്യന്റ് ആവാൻ വേണ്ടി ഈ തേർഡ് 5-year പ്ലാനിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അക്കാര്യത്തിനായിരുന്നു. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത. നമുക്ക് വേണ്ട ആഹാരം നമ്മുടെ രാജ്യത്ത് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തേർഡ് 5-year പ്ലാൻ നമ്മൾ പ്ലാൻ ചെയ്തത്, മൂന്നാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ പഞ്ചവത്സര പദ്ധതികൾ, ഓരോ 5-year പ്ലാനിലും ഓരോരോ മേഖലകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോൾ കാണാം, the completion of the first and second 5-year plans could not solve India's food deficiency. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഒന്നും രണ്ടും പഞ്ചവത്സര പദ്ധതികൾ, അഥവാ 10 വർഷം അല്ലെ, 5 വർഷത്തെ പദ്ധതിയാണല്ലോ പഞ്ചവത്സര പദ്ധതി. അങ്ങനെ ഒന്നും രണ്ടും പദ്ധതികൾ കംപ്ലീറ്റ് ചെയ്തപ്പോഴും, അഥവാ 10 വർഷം കഴിഞ്ഞപ്പോഴും could not solve India's food deficiency. അതായത് ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യത്തിന് ഒരു പരിഹാരം കാണാൻ നമുക്ക് എന്ത് ചെയ്തില്ല, നമുക്ക് സാധിച്ചില്ല. അതായത് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്, മറ്റു രാജ്യങ്ങളെ, നമുക്ക് വേണ്ട ഭക്ഷണത്തിന് നമ്മൾ ഇപ്പോഴും മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത്, ഫസ്റ്റും സെക്കൻഡും 5-year പ്ലാൻ കഴിഞ്ഞിട്ടും. ഓക്കെ, സോ ഇറ്റ് ലെഡ് ടു ആൻ ഓൾ ഔട്ട് എഫേർട്ട് ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ആൻഡ് പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തിനുള്ള ശ്രമം തുടങ്ങി? കാർഷിക രംഗത്ത് പുരോഗതിയും അതേപോലെ ഫുഡിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ഇതിനു വേണ്ടി ഒരു ഓൾ ഔട്ട് എഫേർട്ട്, ഒരു വലിയ പരിശ്രമം, ഒരു വലിയ ശ്രമം നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. ഓക്കെ, ഇറ്റ് ലെഡ് ടു ആൻ ഓൾ ഔട്ട് എഫേർട്ട് ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാനും അതേപോലെ പ്രോഗ്രസ് ഇൻ അഗ്രികൾച്ചർ, കാർഷിക രംഗത്ത് പുരോഗതി ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശ്രദ്ധിക്കുക, there occurred a quantum jump in food output and a transformation in agriculture in 2 stages. 2 stages ഏതാ? 1960-70 പീരീഡിലും അതേപോലെ 1970-80 പീരീഡിലും. ആ ഒരു 2 സ്റ്റേജസിലായിട്ട് 1960-70 പീരീഡ് അതുപോലെ 1970-80 പീരീഡ്, ഈ 2 സ്റ്റേജസിലായിട്ട് 2 പീരീഡിലായിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഈ ഒരു പുരോഗതി, അഗ്രികൾച്ചറൽ സെക്ടറിലും ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു പുരോഗതിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ ആസ് ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, ഹരിത വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ട ഒരു ടേം ആയിരിക്കും ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം എന്നുള്ള വാക്ക്. നമുക്ക് ഒന്നുകൂടി നോക്കാം, എന്താ ഇവിടെ പറയുന്നത് ഒന്നുകൂടി നോക്കാം. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 5-year പ്ലാൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴും നമ്മൾ എന്ത് ചെയ്തില്ല, ഇന്ത്യയുടെ ഈ ഒരു ഫുഡ് ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഫുഡിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യന്റ് ആവാനും അതേപോലെ കാർഷിക രംഗത്ത് അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓൾ ഔട്ട് എഫേർട്ട് അല്ലെ, ഒരു വലിയ തോതിലുള്ള പരിശ്രമം നമ്മുടെ രാജ്യത്തുണ്ടായി. 2 സ്റ്റേജസിലായിട്ടാണ് ആ ഒരു ഡെവലപ്മെന്റും ആ ഒരു മുന്നേറ്റം, ഒരു പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാ 2 സ്റ്റേജസ്? 1960-70 പീരീഡ് അതേപോലെ 1970-80 പീരീഡ്. ഈ 2 പീരീഡിലായിട്ടാണ് ആ ഒരു മുന്നേറ്റം ഉണ്ടായത്. ഈ സെന്റൻസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. There occurred a quantum jump in food output and a transformation in agriculture. 2 കാര്യങ്ങൾ. ഈ ക്വാണ്ടം ജമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വൻ കുതിച്ചുചാട്ടം ഉണ്ടായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, there occurred a quantum jump in food output. അതായത് നമ്മുടെ രാജ്യത്തെ ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഇൻ അഗ്രികൾച്ചർ, കാർഷിക രംഗത്തും എന്തുണ്ടായി? ഒരു വൻ കുതിച്ചുചാട്ടം. രണ്ടും കണക്റ്റഡ് ആണ്. കാർഷിക രംഗത്ത് ഉണ്ടാവുന്ന, അഗ്രികൾച്ചറൽ ഫീൽഡിൽ ഉണ്ടാവുന്ന പ്രോഗ്രസ് ആണ് ഏത് ഈ ഫുഡ് ഔട്ട്പുട്ടിന്റെ കാര്യത്തിൽ ഇൻക്രീസ് ഉണ്ടായി നമ്മൾ പറഞ്ഞു. രണ്ടും റിലേറ്റഡ് ആണ്.
ഓക്കെ, ഒന്നുണ്ടെങ്കിലേ മറ്റേതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു മുന്നേറ്റത്തെ, കാർഷിക രംഗത്തുണ്ടായ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രോഗ്രസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അഥവാ നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ ഒരുപാട് മെച്ചപ്പെട്ടു എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ സാധിച്ചു? ചുരുങ്ങിയ സമയം കൊണ്ട് അല്ല. 1960, 70, അതേപോലെ 1970, 80 അല്ലെ, 10 വർഷത്തെ പീരീഡ് ആയി ടോട്ടൽ 10-20 വർഷം കൊണ്ടാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായത്. അതെങ്ങനെയാണ് നമുക്ക് സാധിച്ചത്? ഗ്രീൻ റെവല്യൂഷൻ വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ദി യൂസ് ഓഫ് ഹൈ യീൽഡിംഗ് സീഡ്സ്. അതായത് ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഗ്രീൻ റെവല്യൂഷൻ സാധ്യമായത്? നമ്മൾ പറഞ്ഞു കാർഷിക രംഗത്തുണ്ടായ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള പുരോഗതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് വിളിക്കുന്നത്? കൃഷിയെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രീൻ കൊടുത്തത്. പച്ചപ്പാണല്ലോ കൃഷി. സോ ഗ്രീൻ റെവല്യൂഷൻ, ആ രംഗത്തുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റത്തെ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നു, കാർഷിക രംഗത്തുണ്ടായ പുരോഗതിയെ. ഈ പുരോഗതി, ഈ ഒരു പ്രോഗ്രസ് എങ്ങനെ ഉണ്ടായി? വിത്ത് ദി യൂസ് ഓഫ് ഹൈ യീൽഡിംഗ് സീഡ്സ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉപയോഗിച്ചു. പിന്നെയോ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, അതായത് ജലസേചന സൗകര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തി. ഫെർട്ടിലൈസേഴ്സ്, അതായത് എന്താ, രാസവളങ്ങള്, ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികള്, ആൻഡ് അഗ്രികൾച്ചറൽ ഫിനാൻസ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ ലഭ്യമാക്കി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്, ഒരുപാട് പ്രവർത്തികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ റെവല്യൂഷൻ നമ്മുടെ രാജ്യത്ത് നടപ്പിലായത്. ഓക്കെ, ദി increased food output, especially in wheat and rice, ended our dependence on foreigners and achieved self-sufficiency. എന്താ പറയുന്നത്? ദി ഇൻക്രീസ്ഡ് ഫുഡ് ഔട്ട്പുട്ട്, നമ്മുടെ ഫുഡ് ഔട്ട്പുട്ട് കൂടിയപ്പോ, ഇൻക്രീസ് ചെയ്തപ്പോ, അഥവാ നമ്മുടെ ഭക്ഷ്യോൽപാദനം കൂടിയപ്പോ, ഓക്കെ, ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നത് കൂടാൻ തുടങ്ങിയപ്പോൾ, എസ്പെഷ്യലി ഇൻ വീറ്റ് ആൻഡ് റൈസ്, പ്രത്യേകിച്ചും ഗോതമ്പിന്റെയും അതേപോലെ നെല്ലിന്റെയും ഒക്കെ കാര്യത്തിൽ ധാരാളമായിട്ട് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദാറ്റ് എൻഡഡ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിനേഴ്സ്. വിദേശ രാജ്യങ്ങളെ, നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായി? നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റി. ആൻഡ് അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി. അങ്ങനെ നമ്മളെ ഒരു പ്രധാനപ്പെട്ട പ്ലാനിങ്ങിന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്, അല്ലെ, ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ആണ് ഇത്, സെൽഫ് സഫിഷ്യൻസി എന്ന് പറയുന്നത്, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ആ ഒരു സെൽഫ് സഫിഷ്യൻസിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യത്തിൽ, ഫുഡിന്റെ കാര്യത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ എന്തായി മാറി? ഒരു സെൽഫ് സഫിഷ്യന്റ് കൺട്രി ആയിട്ട് മാറി, സ്വയം പര്യാപ്ത രാജ്യമായിട്ട് നമ്മൾ മാറി. ഫോറിൻ ഡിപ്പെൻഡൻസ് അവിടെ നമ്മൾ അവസാനിപ്പിച്ചു. വി അച്ചീവ്ഡ് സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, സോ we achieved self-sufficiency as a part of green, or as a result of green revolution, ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട്. Okay, along with the green revolution, India succeeded in increasing milk and milk products through white revolution. ശ്രദ്ധിക്കണം, ഈ ഗ്രീൻ റെവല്യൂഷൻ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസിനെ കാണിക്കുന്നു എങ്കിൽ, അതേപോലെ തന്നെ മറ്റു 2 റെവല്യൂഷൻസും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് വൈറ്റ് റെവല്യൂഷൻ, മറ്റൊന്ന് ബ്ലൂ റെവല്യൂഷൻ. ഓക്കെ, വൈറ്റ് റെവല്യൂഷനെ നമ്മൾ മലയാളത്തിൽ വെള്ള വിപ്ലവം എന്നല്ല വിളിക്കാറുള്ളത്, ധവള വിപ്ലവം എന്നാണ്. ധവള വിപ്ലവം. ധവള എന്ന് പറയുമ്പോൾ അത് വെള്ള എന്നാണ് അർത്ഥം. ധവള എന്ന് പറയുമ്പോൾ, ഓക്കെ, നമ്മളെ വെള്ളത്തിലുള്ള തവളയല്ല, ധവള. ഓക്കെ, ന തിരിച്ചിട്ട ധവള, ധവള വിപ്ലവം എന്നാണ് മലയാളത്തിൽ പറയാം. അപ്പൊ അതിന്റെ അർത്ഥം വെള്ള എന്നുള്ള അർത്ഥം തന്നെയാണ് ഈ ധവള എന്ന വാക്കിന്. ഓക്കെ, അപ്പൊ എന്താണ് ഈ വെള്ള? നമുക്കറിയാം, പാലിന്റെ നിറം വെള്ളയാണ്, മിൽക്കിന്റെ നിറം വെള്ളയാണ്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രസിനെയാണ് വൈറ്റ് റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അലോങ് വിത്ത് ഗ്രീൻ റെവല്യൂഷൻ, ഈ ഹരിത വിപ്ലവത്തിന്റെ കൂടെ തന്നെ, അതിന് സമാനമായി തന്നെ, ഇന്ത്യ സക്സീഡഡ് ഇൻ ഇൻക്രീസിംഗ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് ത്രൂ വൈറ്റ് റെവല്യൂഷൻ. ഓക്കെ, പാല്, അതേപോലെ പാല് കൊണ്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അതിന്റെ ആ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് ആണ്, ആ ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള പ്രോഗ്രസിനെയാണ്, ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്ത് വെച്ച് വിളിക്കുന്നത്? വൈറ്റ് റെവല്യൂഷൻ എന്ന്, ധവള വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇൻക്രീസ് ഇൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ഓക്കെ, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? വൈറ്റ് റെവല്യൂഷൻ. അപ്പൊ എന്താ ബ്ലൂ റെവല്യൂഷൻ? നോക്കാം. ദി പ്രോഗ്രസ് ഇൻ ഫിഷറീസ് സെക്ടർ ത്രൂ ബ്ലൂ റെവല്യൂഷൻ. എന്താ ബ്ലൂ റെവല്യൂഷൻ? പ്രോഗ്രസ് ഇൻ ഫിഷറീസ് സെക്ടർ. അതായത് ഈ ഫിഷറീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മത്സ്യോൽപാദനം എന്ന് പറയാം, മീനുമായി ബന്ധപ്പെട്ട
ഓക്കെ, മത്സ്യോൽപാദന മേഖലയുടെ പുരോഗതിയാണ് നമ്മൾ ബ്ലൂ റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രസ്സിലേക്ക് എത്താൻ തുടങ്ങി. സോ ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ഗ്രീൻ റെവല്യൂഷൻ ഓരോന്നും എന്തുമായി റിലേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫുഡിന്റെ സെൽഫ് സഫിഷ്യൻസി, അതേപോലെ അഗ്രികൾച്ചർ, അതേപോലെ പ്രധാനമായിട്ട് അഗ്രികൾച്ചർ. വൈറ്റ് റെവല്യൂഷൻ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്. ബ്ലൂ റെവല്യൂഷൻ ഫിഷറീസ് സെക്ടർ, പ്രോഗ്രസ് ഇൻ ഫിഷറീസ് സെക്ടർ. ഓക്കെ, മത്സ്യോൽപാദന മേഖല. അപ്പൊ അങ്ങനെയുള്ള പിന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ ഓരോരോ മേഖലയിലായിട്ട് നമ്മൾ കൈവരിച്ചു. Read the table showing the 5-year plans, their main objectives and period undertaken by the Planning Commission of India. ഇനി താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 5-year പ്ലാൻസ്, അതിന്റെ പീരീഡ് ഏതാണ്, ഏത് വർഷമാണ് നടന്നത്, അതേപോലെ അതിന്റെ ഓരോന്നിന്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണ്, അത് കാണിക്കുന്ന ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് അത് വായിച്ചു പോവാന്നുള്ളത് നമുക്കിവിടെ ചെയ്യാനുള്ളൂ. നിർബന്ധമായിട്ടും പഠിക്കണം, എക്സാമിന് ചോദിക്കുന്ന കാര്യമാണ്, നിർബന്ധമായിട്ടും പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് 5-year പ്ലാൻ പീരീഡ് 1951-56. ഒബ്ജക്റ്റീവ് എന്താണ്? ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഓക്കെ, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അഥവാ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഓക്കെ, അഗ്രികൾച്ചറൽ സെക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി സെക്കൻഡ് 5-year പ്ലാൻ 1956-61 പീരീഡ് ആണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വ്യാവസായിക വികസനമാണ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് വായിച്ചു പോകാന്നുള്ള ഒരു കാര്യം ഇവിടെ നടക്കുള്ളൂ, കാരണം ഇങ്ങനെ ടേബിൾ ആയിട്ട് കൊടുത്തതാണല്ലോ. നമ്മൾ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം അവിടെ ഇല്ല, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ടേബിളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കുക. തേർഡ് 5-year പ്ലാൻ 1961-66 പീരീഡിലാണ്. എന്താണ് ഒബ്ജക്റ്റീവ്സ്? സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, സെൽഫ് സഫിഷ്യൻസി ഇൻ ഇക്കണോമി. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക, അതേപോലെ തന്നെ സമ്പദ്ഘടനയുടെ കാര്യത്തിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക. സെൽഫ് സഫിഷ്യൻസി ഇൻ ഇക്കണോമി, സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. ഫോർത്ത് 5-year പ്ലാൻ ശരിക്കും നോക്കണം, ഓരോ 5 വർഷം കൂടുമ്പോൾ അല്ലേ. പിന്നെ അടുത്തത് 1951-56 ഒന്നാമത്തെ കഴിഞ്ഞു, 56 രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെ പോവുകയാണ്. പക്ഷേ ഫോർത്ത് 5-year പ്ലാൻ ആയപ്പോൾ നോക്കുക, ശ്രദ്ധിക്കുക, തേർഡ് 5-year പ്ലാൻ എൻഡ് ചെയ്തത് 66 എന്നാൽ ഫോർത്ത് 5-year പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1969 ആണ്. ചെറിയ ബ്രേക്ക് അവിടെ വന്നു. അങ്ങനെ 1-2 സ്ഥലത്ത് ആ ബ്രേക്ക് വരുന്നുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കണം. ഫോർത്ത് 5-year പ്ലാൻ 1969-74 ഒബ്ജക്റ്റീവ് സെൽഫ് റിലയൻസ് ആൻഡ് സസ്റ്റെയിൻഡ് ഗ്രോത്ത്. ഓക്കെ, സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ എന്താ? സ്വാശ്രയത്വം. സസ്റ്റെയിൻഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച. ഓക്കെ, സ്ഥിരതയോട് കൂടിയിട്ടുള്ള പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു ഗ്രോത്ത്. ഒരു സ്റ്റണ്ടഡ് ഗ്രോത്ത് അല്ല, ഒരു മുരടിപ്പുള്ള വളർച്ചയല്ല, സസ്റ്റെയിൻഡ് ഗ്രോത്ത്, സ്ഥിരതയോട് കൂടിയ വളർച്ച. ഫിഫ്ത്ത് 5-year പ്ലാൻ 1974-79 ഒബ്ജക്റ്റീവ് റിമൂവൽ ഓഫ് പോവേർട്ടി. നമ്മുടെ രാജ്യത്ത് നിന്ന് ദാരിദ്ര്യം, പോവേർട്ടി എന്ത് ചെയ്യുക? നിർമാർജനം ചെയ്യുക, തുടച്ചു നീക്കുക, ഇല്ലാണ്ടാക്കുക. വീണ്ടും ശ്രദ്ധിക്കുക, അത് 79 കഴിയുന്നത്, എന്നാൽ 79 അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, 80 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സിക്സ്ത് 5-year പ്ലാൻ 1980-85 ഒബ്ജക്റ്റീവ് എന്താണ്? ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. ഓക്കെ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ഈ 2 മേഖലയുടെയും ഇൻഫ്രാസ്ട്രക്ചർ എന്ത് ചെയ്യുക? അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. സെവൻത്ത് 5-year പ്ലാൻ മോഡേണൈസേഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. മോഡേണൈസേഷൻ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം. അതേപോലെ തന്നെ ഇൻക്രീസ് ഇൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. ഒരുപാട് ആളുകൾക്ക് ജോലി നൽകാനുള്ള സംവിധാനങ്ങൾ നടപ്പിലാക്കുക. ദെൻ 8th 5-year പ്ലാൻ 1992-97 ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നതാണ് ഒബ്ജക്റ്റീവ്. അതായത് എന്താ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്? മാനവ വിഭവശേഷി വികസനം. 9th 5-year പ്ലാൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. റൂറൽ ഡെവലപ്മെന്റ് എന്താ? ഗ്രാമീണ വികസനം, അതേപോലെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, വികേന്ദ്രീകൃത ആസൂത്രണം എന്ന് പറയും. അതെന്താ ഈ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അവിടെ നോക്കാം. ഇപ്പൊ തൽക്കാലം പേര് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. 10th 5-year പ്ലാൻ ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെന്റ്
ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. 11th 5-year plan ഓവറോൾ ഡെവലപ്മെന്റ് പീരീഡ് ഏതാണ്? 2007-12 ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി പീപ്പിൾ. ഓക്കെ, മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ്. ആൻഡ് 12th 5-year plan 2012-17 പീരീഡിലാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സുസ്ഥിര വികസനം. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ 12 5-year plans ആണ് നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും കൃത്യമായിട്ട് അതിൻ്റെ പീരീഡ് സഹിതം ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മളിവിടെ പറഞ്ഞല്ലോ 9th 5-year plan 1997-2002 റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് എംബ്രേസ്ഡ് ചേഞ്ചസ് ഇൻ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് പ്ലാനിങ് ഇൻ ഇന്ത്യ. ഓക്കെ, ഈ നമ്മുടെ പ്ലാനിങ്ങിന്റെ അതല്ലെങ്കിൽ പ്ലാനിങ്ങിന്റെ എക്സിക്യൂഷനിൽ, നിർവഹണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വികേന്ദ്രീകൃത ആസൂത്രണം കൊണ്ടുവന്നു, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കൊണ്ടുവന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഭാഗം. നേരത്തെ പറഞ്ഞതുപോലെ, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ, നമ്മൾ എക്കാലം കഴിഞ്ഞാലും മത്സര പരീക്ഷകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാലത്തോളം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. അത് നമ്മുടെ 9th 5-year പ്ലാനിലാണ് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഏതായാലും അടുത്ത ക്ലാസ്സിൽ അത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു.